അതിശക്തമായ മഴയും മണ്ണിടിച്ചിലും ശ്രീലങ്കയിൽ നാശം വിതച്ച ഡീറ്റ്വ ചുഴലിക്കാറ്റ്. തമിഴ്നാട്ടിലും ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ശ്രീലങ്കയിൽ 56 പേരോളം കൊല്ലപ്പെടുകയും 21 പേരെ കാണാതാവുകയും ചെയ്തു. ബദുള്ള ജില്ലയിൽ മാത്രം 21 പേർ കൊല്ലപ്പെട്ടതായി ശ്രീലങ്കൻ ദുരന്ത നിവാരണ കേന്ദ്രം അറിയിച്ചു. നഗരങ്ങളിൽ വെള്ളം ഉയരുകയും നിരവധി വീടുകൾ ഒലിച്ചു പോവുകയും ചെയ്തു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഉടൻ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കേളനി നദിയുടെ സമീപമുള്ള താഴ്ന്ന പ്രദേശങ്ങൾക്ക് റെഡ് ലെവൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതായി ജലസേചന വകുപ്പ് അറിയിച്ചു. തലസ്ഥാനമായ കൊളംബോയും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രവിശ്യകളെ കൂട്ടിയിണക്കുന്ന പ്രധാന റോഡുകൾ അടച്ചു. വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ ചില അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ ട്രെയിനുകളും റദ്ദാക്കിയതായി റെയിൽവേ വകുപ്പ് അറിയിച്ചു. രാജ്യത്തുടനീളം ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങൾക്കായി ഏകദേശം 20,500 സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ നിലവിൽ മൺസൂൺ കാലമാണെങ്കിലും ഇത്രയും രൂക്ഷമായ കാലാവസ്ഥ ദ്വീപിലുണ്ടാകുന്നത് അപൂർവമാണ്. വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര തീരങ്ങളിൽ ചുഴലിക്കാറ്റിന്റെ 2ാം ഘട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിലും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. വടക്കൻ ശ്രീലങ്കയിലും തെക്കൻ തമിഴ്നാട് തീരത്തും കനത്ത ജാഗ്രത തുടരുകയാണ്.